സബീഷ് ഗുരുതിപ്പാലയുടെ 1001 കവിതകൾ ഭാഗം 4. ഫാഷൻ ഷോ. നഗ്നതയോ അർദ്ധനഗ്നതയോ എന്നറിയില്ലായിരുന്നു. വാക്കുകളായിരുന്നു എരിഞ്ഞെരിഞ്ഞ് വേദിയിലാകമാനം ചിന്തയുടെ വിത്തെറിഞ്ഞത്. വൺ മാൻ ഷോ. യാത്ര തനിച്ചായിരുന്നു. ഇടയ്ക്കെപ്പോഴോ താങ്ങു കിട്ടിയപ്പോൾ നവയുഗ സൃഷ്ടികൾക്കായി ഉയരങ്ങളിലേക്ക് കുതിക്കുകയായിരുന്നു. ഗൺമാൻ. കാവൽ നിന്നപ്പോഴാണ് കണ്ണിൽ നോക്കുകുത്തിയെപ്പോലെ നിഴലുകൾ സൃഷ്ടിച്ചത്. തപസ്. ശീതളമായിരുന്നിട്ടും എന്തിനാണ് ജലാശയത്തിൽ നിന്നും കരയിലേക്ക് കയറി വെയിൽ നാളങ്ങളെ പുണരാൻ ശ്രമിക്കുന്നത്? താപസൻ. ലളിതമായാണ് ആരംഭം. യാഗാഗ്നിക്ക് മുൻപ് തപമനുഷ്ഠിച്ച് വിശുദ്ധി നേടിയപ്പോഴാണ് ആശ്രമം പുണ്യാലയമായത്. പൊയ്ക. താളഗതി കൊണ്ട് എഴുതപ്പെട്ടപ്പോഴാണ് രാഗങ്ങൾ വിദ്വേഷമില്ലാതെ സ്വപ്നങ്ങൾക്ക് വിട നൽകിയത്. കുളം. കുഴിച്ചു കുഴിച്ച് ഉള്ളിലേക്കിറങ്ങിയപ്പോഴാണ് നിധികുംഭങ്ങൾ ഉറക്കം നഷ്ടപ്പെട്ട് ശാന്തതയില്ലാത്ത വീടിൻ്റെ നാഥരായത്. ഗുരുതരം. ക്ഷീണമേറെ സംഭവിച്ചപ്പോഴാണ് ഊർജ്ജസ്വലതകൾ ഉന്മേഷഭരിതമായി പ്രയത്നങ്ങളെ മൂലവത്താക്കി മാറ്റിയത്. ഭൂപടം. അടർന്നുപോയ ഹൃദയാക്ഷരങ്ങൾ കൊണ്ട് എഴുതപ്പെട്ടപ്പോഴാണ് ശിഥിലമായ സത്യത്തിൻ്റെ വേരുകൾ തേടി തനിച്ച് യാത്ര തുടങ്ങിയത്. ഭൂമധ്യം. ഇരുവശങ്ങളും തുല്യമാക്കിയപ്പോഴാണ് വിണ്ടുകീറിയ ഹൃദയതാളങ്ങളെ താരാട്ടിനീണത്തിൽ മനസ്സുകൾ പാടിത്തീർത്തത്. മധ്യരേഖ. തുടക്കം അറിയാതെ അവസാനിക്കുന്നതിനു മുൻപേ ഗംഭീരമാക്കിയപ്പോഴാണ് വേഷങ്ങൾ ഉജ്ജ്വലമായത്. തലയെടുപ്പ്. ശ്രേഷ്ഠതയിൽ മികച്ചതിനെയാണ് ചാവേറായി തിരിഞ്ഞെടുക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞത് ആഹാരം കൂടുതൽ ലഭ്യമാക്കിയപ്പോഴാണ്. സിൽക്കാരം. തണുത്തറഞ്ഞ മൗനങ്ങളിലാണ് അതിവേഗ ശബ്ദങ്ങൾ പിറക്കുന്നതെന്ന് മനസ്സിലാക്കിയതിനാലാണ്. രാത്രിയെ പിളർത്തിയ നറുനിലാവുകൾ. ചൂണ്ടൽ. വേദന കൊണ്ട് ഹൃദയം കൊളുത്തു വലിച്ചപ്പോഴാണ് രക്തം ചിന്താത്ത ദുഃഖങ്ങൾ ചിതയിലെരിഞ്ഞ് പകയായി പുനർജനിച്ചത്. സുവർണം. സ്വർണത്തേക്കാൾ തിളങ്ങിയപ്പോഴാണ് വാക്കുകൾ ഹൃദയഭിത്തിയിൽ തട്ടി രക്തം പോലും മരവിച്ചു പോയത്. ജന്മം. അനാഥമായിട്ടായിരുന്നു സമൂഹത്തിലേക്ക് പിച്ചവെച്ചിറങ്ങിയപ്പോൾ രക്തം പോലും വിറ്റാണ് മനുഷ്യനെന്നതിനു പകരം സാത്താനായി മാറിയത്. പോര്. ആദ്യം തനിച്ചായിരുന്നു. ഒത്തൊരുമിച്ച് കളിചിരികൾക്കിടയിൽ അറിയാതൊരു വാക്കിനു തീപിടിച്ചപ്പോഴാണ് മനസ്സറിയാതെ രക്തബന്ധങ്ങൾ പോലും തെരുവ് കത്തിച്ചത്. ചന്തം. ചിന്തകൾക്ക് ദൂരമേറെയായപ്പോഴാണ് കാഴ്ചകൾ കണ്ണിൽ നിന്ന് മറഞ്ഞ് ജീവിതം അവ്യക്തമായി തീർന്നത്. അവിവേകി. ബുദ്ധിയുദിച്ചപ്പോഴാണ് മാനസവൈകല്യങ്ങൾക്ക് പുറത്തേക്ക് തള്ളി ശുദ്ധരാഗങ്ങൾക്ക് ഹൃദയത്തിൽ ഇടം നൽകിയത്.